ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് യെസ്കയുടെ ബാക്കി കാണാൻ. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ലീ ഫായോട് ഇങ്ങനെ ചോദിക്കുന്നത് വരെയാണ്, അച്ഛൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആകില്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നുണ്ട് എൻ്റെ വിശ്വാസം പെട്ടെന്ന് തന്നെ റിക്കവർ ആകുമെന്നാണെന്ന്. അതിനുശേഷം ലീ ചോദിക്കുകയാണ്, അല്ല നീ ടീറാക്കിനെ പറ്റി ഓർത്ത് സ്ട്രെസ്സിലാകുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന ഫാ പറയുന്നു, അതേടാ നീ പറയുന്നത് ശരിയാണെന്ന്. അപ്പം ലീ ചോദിക്കുന്നു, അല്ല നീ എന്തിനാ അവനെ ഓർത്ത് സ്ട്രെസ് ആകുന്നതെന്ന്. അപ്പം അവൻ പറയുകയാണ്, അത് പിന്നെ ഇനി ടീറാക്ക് എന്നെ അധിക കാലമൊന്നും ഇഷ്ടപ്പെടില്ല എന്ന വറിയാണ് എനിക്കെന്ന്. ഇത് കേട്ട ലീ ചോദിക്കുന്നു, എന്താ അപ്പം നിനക്ക് ഇപ്പം ടീറാക്കിനെ റിയൽ ആയിട്ടും ഇഷ്ടമാണോ? എന്ത് കാര്യമായാലും നീ എന്നോട് തുറന്ന് പറയുന്നു. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ഞാനെന്നാ ഓയെ അടിച്ചില്ലായിരുന്നു, അതൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവൻ എന്നെ പേടിയാണെന്നാണെന്ന്. ഇത് കേട്ട ലീ ആണെങ്കിൽ മറുത്തൊന്നും പറയുന്നില്ല, കാരണം ഇപ്പം അവന് മനസ്സിലായല്ലോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. അവിടെ ടീറാക്ക് ഒരുമാതിരി ഇരിക്കുന്ന കണ്ട അമ്മയും അപ്പൂപ്പനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഹാർഡാണോ, അതുകൊണ്ടാണോ നീ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കുന്നതെന്ന്. അപ്പം അപ്പൂപ്പനും അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ടീറാക്ക് ഇങ്ങനെയല്ലെന്ന്. അപ്പം അമ്മ പറയുന്നു, ടീറാക്ക് എന്ത് പ്രശ്നമായാലും നീ അതിന് കുറച്ച് ടൈം കൊടുക്കുക, എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ കാണും, അതെന്തായാലും ശരിയാവുക തന്നെ ചെയ്യും. പിന്നെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നീ പറയുന്നേ. ഇത്രയും പറഞ്ഞിട്ട് അമ്മയും അപ്പൂപ്പനും ആണെങ്കിൽ അവനെ സമാധാനപ്പെടുത്താനായിട്ട് അവനെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അമ്മയാണെങ്കിൽ അവന് ഫുഡൊക്കെ കോരി കൊടുക്കുകയാണ്. അടുത്ത സീനിൽ അടുത്ത ദിവസമായതുപോലെയാണ് കാണിക്കുന്നത്. ഫാ പറഞ്ഞ ക്ലൈൻറ്റിൻ്റെ പാർട്ടി ഇന്നാണ്. അങ്ങനെ രണ്ടുപേരും നല്ല ലുക്കൊക്കെ ആയിട്ട് അവിടെ വന്ന് അവരോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പാർട്ടി അവസാനിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അമ്മ ഫായോട് പറയണ്, ഫാ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് പ്രൗഡായിട്ട് തോന്നുന്നുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ലീ പറയാണ്, ഞാനും ഒരാളിവിടെ ഉണ്ടെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് അമ്മ പറയണ്, ഞാൻ നിന്നെയും കൂടെ ചേർത്ത് തന്നെയാണ് പറഞ്ഞത്, നീ വെറുതെ അപ്സെറ്റ് ആവുകയൊന്നും വേണ്ട, നീയും എൻ്റെ പൊന്നു മോനാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അമ്മ ഫായോട് ചോദിക്കുകയാണ്, അല്ല ഫാ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നില്ലേ, അപ്പോൾ ബാറിൻ്റെ ചാർജ് ഇപ്പോൾ ആരാ ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ എൻ്റെ ഫ്രണ്ട് റിയോയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പം അമ്മ പറയുന്നു, എന്തായാലും നിൻ്റെ ഫ്രണ്ട്സിന് നല്ലൊരു ട്രീറ്റ് തന്നെ കൊടുക്കണം, പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്നും അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നു, ശരി എന്തായാലും നമുക്ക് പോകാമെന്ന്. ഇത് കേൾക്കുന്ന ലീ പറയുന്നു, എന്നാൽ തായ്ലൻഡ് ട്രിപ്പിൽ നിങ്ങളുടെ ഗൈഡ് ഞാനായിരിക്കുമെന്ന്. ഇത് കേട്ട് ചിരിച്ചിട്ട് അമ്മയാണെങ്കിൽ ഫായോട് ചോദിക്കുന്നുണ്ട്, ഫാ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്ന്. അപ്പം ഫാ പറയുന്നു, അമ്മ എല്ലാം ഓക്കെയാണ്, ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ എല്ലാം ഓക്കെ. അപ്പം ലീ പറയണ്, ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ എല്ലാം ഓക്കെ തന്നെ, പക്ഷെ അവൻ്റെ ലവ് സ്റ്റോറി മാത്രം കുറച്ച് ഡിഫറൻ്റ് ആണെന്ന്. ഇത് കേട്ട് അച്ഛനും അമ്മയും ഷോക്കായിട്ട് ചോദിക്കുകയാണ്, ഫാ നിനക്ക് ലവോ എന്ന്. ഇത് കേട്ട് നാണം വന്ന അവനാണെങ്കിൽ നാണത്തോടെ പറയുകയാണ്, അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ജൂനിയറിനോടൊരു ക്രഷ് ഉണ്ട്, അവൻ്റെ പേര് ടീറാക്ക് എന്നാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ ടീറാക്കിനെ കണ്ട മുതലുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് അവരോട് പറയുകയാണ്, ഞാൻ അവൻ്റെ ഒപ്പമുള്ള സമയം നല്ല ഹാപ്പിയാണ്, എനിക്ക് അവൻ എൻ്റെ ലൈഫിൽ വന്നൊരു സൺഷൈനെ പോലെയാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ ചോദിക്കുന്നു, അപ്പം രണ്ടുപേരും ഇപ്പോൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, ഞാനവനോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാണ്, ഒരു പക്ഷേ അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിലോ, എനിക്ക് ഒരുപാട് ബേഡ് സൈഡ് ഉണ്ട്, അപ്പോൾ ഞാനൊരാളെ എൻ്റെ പാർട്ണറാക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന്. ഇത് കേട്ട അച്ഛൻ പറയുന്നു, ഫാ നീ ആ ഒരു ഡേക്ക് വേണ്ടി കാത്തിരുന്നു, ഒരു പക്ഷേ അത് നടന്നില്ലെങ്കിലോ അവസാനം നീ ഈ ഒരു കാര്യം കൊണ്ട് റിഗ്രറ്റ് ആകേണ്ടി വരുമെന്ന്. അപ്പം അമ്മയും പറയുന്നുണ്ട്, ഫാ നമ്മളാരും പെർഫെക്റ്റ് അല്ലെന്ന് കരുതി ലവ് ചെയ്യാൻ ഡിസർവ് അല്ലെന്നല്ല അർത്ഥം, പിന്നെ ലവിനെ പറ്റി പറയുമ്പോഴേ എനിക്കിപ്പോൾ പേടിയാണ്, മറ്റൊന്നും കൊണ്ടല്ല, ലാസ്റ്റ് ടൈം നിന്റെ എക്സ് പാർട്ണർ നിന്നെ വിഷമിപ്പിച്ചില്ലേ, അത് ഓർക്കുമ്പോഴാണെന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഫാ പറയുന്നു, അമ്മ ഇത്തവണ എന്തായാലും അങ്ങനെ അല്ല, ഇത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്ന്. അപ്പം അമ്മ പറയുന്നു, അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്തായാലും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് നിന്റെ ആളെ കാണാനായിട്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഫാ പറയണേ, എന്തായാലും നിങ്ങൾക്ക് അവനെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് അവനെ ഇഷ്ടമാകുമെന്നാണെന്ന്. അങ്ങനെ ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അച്ഛനും അമ്മയും ആണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ടീറാക്കിൻ്റെ കാര്യം ഫായുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. ഇനി ടീറാക്കിൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല, വരുന്ന എപ്പിസോഡിൽ അറിയാൻ കഴിയും. അങ്ങനെ ഫായാണെങ്കിൽ അവരോട് സംസാരിച്ചതിന് ശേഷം റൂമിലേക്ക് വന്നിട്ട് ടീറാക്കിനെ വീഡിയോ കോൾ ചെയ്യണേ. അങ്ങനെ ടീറാക്കാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഫായോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്, നീ ഓക്കെ അല്ലേ, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് നല്ല വറീഡാണെന്ന്. അപ്പോൾ ഫാ പറയുന്നു, നിന്നെ വറിയാക്കിയതിന് ഞാൻ നിന്നോട് സോറ് ചോദിക്കുന്നു, അതുപോലെ നിന്നെ കോൾ ചെയ്യാതിരുന്നതിന് ഞാൻ നിന്നോട് സോറ് ചോദിക്കുന്നെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതൊന്നും സാരമില്ല, പിന്നെ നിൻ്റെ അച്ഛൻ ഇപ്പോൾ ഓക്കെ ആണോ എന്നും ചോദിക്കുന്നു. അപ്പോൾ ഫാ പറയുന്നു, എൻ്റെ അച്ഛൻ ഇപ്പോൾ ഓക്കെ ആണെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, നീ ഇപ്പോൾ നല്ല ടയേർഡാണല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ ടയേർഡാണ്, പിന്നെ എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തായ്ലൻഡിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന സമയം പെട്ടെന്ന് റൂമിൻ്റെ കതവിൽ ആരോ തട്ടുന്നു. അങ്ങനെ അമ്മയാണെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ അമ്മയോട് അകത്തേക്ക് വരാൻ പറയുന്നു.
അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത ടീറാക്കാണെങ്കിൽ അവനോട് പറയാണ്, ഫാ നീ പറയാൻ വന്നത് പറയാൻ. അപ്പോൾ ഫാ പറയുന്നു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ അമ്മ അകത്തേക്ക് വന്നിട്ട് ഇവൻ ഫോൺ ചെയ്യുകയാണെന്ന് കണ്ടിട്ട് അവനോട് പറയുന്നു, ഓ നീ കോൾ ചെയ്യുകയാണോ, എന്നാൽ ഞാൻ പിന്നെ വരാമെന്ന്. അപ്പോൾ അമ്മ സംസാരിക്കുന്നത് കേൾക്കുന്ന ടീറാക്ക് പറയുന്നു, അയ്യോ കുഴപ്പമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യുന്നു പയ്യെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യണേ. അങ്ങനെ ടീറാക്കാണെന്ന് മനസ്സിലാക്കി അമ്മ ചോദിക്കുന്നു, നീ എന്നോട് പറഞ്ഞ ആളല്ലേ ഇപ്പോൾ വിളിച്ചതെന്ന്. അപ്പോൾ ഫാ പറയുന്നു അതേന്ന്. ഫാ പറയുന്നത് കേട്ടിട്ട് അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയണേ, എന്തായാലും ഒരു ദിവസം എന്നെയും നിൻ്റെ അച്ഛനെയും കാണാനായിട്ട് അവനെ ഇവിടേക്ക് കൊണ്ടുവരണേന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ചിരിച്ചിട്ട് പറയുന്നു, ആ ശരി കൊണ്ടുവരാമെന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ടീറാക്കിനെ ലീ കോൾ ചെയ്യുന്നതായിട്ടാണ്. ടീറാക്ക് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ലീ ചോദിക്കുകയാണ്, അല്ല ടീറാക്ക് എങ്ങനെ പോകുന്നു അവിടെ, നിനക്ക് ഓക്കെ അല്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഓക്കെ ആണ്, പിന്നെ നിനക്ക് അവിടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ലീ പറയുന്നു ഇവിടെ ഭയങ്കര ബിസിയാണ്, ഹോട്ടലിൽ നിറയെ വർക്കുണ്ട്, അതുകൊണ്ട് ഫായ എനിക്ക് സഹായിക്കേണ്ടതായിട്ട് വന്നു, അതുകൊണ്ടാണ് പിന്നെ നിന്നെ വിളിക്കാനൊന്നും പറ്റാത്തത്. പിന്നെ നീ ഫായോട് സംസാരിച്ചായിരുന്നു എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാൻ അവനോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടേക്ക് വന്നുടനെ അവൻ എന്നോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് എന്തായാലും അവൻ ഇതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാനും അവനും തമ്മിലുള്ള ഫേക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാമെന്നായിരിക്കും അവൻ പറയാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ പേടിയാകുന്നെന്ന്. ഇത് കേൾക്കുന്ന ലീ പറയുന്നുണ്ട്, ഡേ നീ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. അപ്പം ടീറാക്ക് പറയണ്, അല്ലടാ എന്തായാലും അവൻ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്, അവൻ വന്നുടനെ ബ്രേക്കപ്പ് ചെയ്യുമെന്ന്. ഇത് കേൾക്കുന്ന ലീ പറയണേ, ഡേ നീ ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക്, അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന്. അപ്പോൾ അവൻ പറയണേ, ഇല്ലടാ എന്തായാലും അത് തന്നെയാണ്, ഞാൻ എന്തായാലും കോള് കട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് ലീ പറയാൻ പോകുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെ അവനാണെങ്കിൽ കോള് കട്ട് ചെയ്യണ്. കോള് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ബേബ് താഴെ ഇരിക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ ബേബ് ഇരിക്കുന്ന അതേ കൗച്ചിലേക്ക് വന്ന് കിടക്കുകയാണ്. ഇവനെ കണ്ടുടനെ ബേബ് ചോദിക്കുന്നുണ്ട്, അല്ല ടീറാക്ക് എന്ത് പറ്റി, നിനക്ക് വയ്യേന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്നലെ രാത്രി അധികം ഉറങ്ങിയില്ല, അതാ ഒരുമാതിരി ഇരിക്കുന്നേന്ന്. അങ്ങനെ ഇത് കേട്ടിട്ട് അവളാണെങ്കിൽ പിന്നെ അവൻ ഉറങ്ങട്ടെന്നുള്ള രീതിയിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് ബേബിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വേറെ ആരും ഇല്ലേന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഇല്ല എല്ലാവരും ഓരോ അത്യാവശ്യ കാര്യത്തിനായിട്ട് പോയെന്ന്. ടീറാക്കാണെങ്കിൽ ബേബി ഇങ്ങനെ സംസാരിക്കുന്ന സമയം എന്തോ ഒരു സാധനത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടരുന്നത് കണ്ടിട്ട് ബേബാണെങ്കിൽ അവനെ 2-3 തവണ ടീറാക്കെന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവനാണെങ്കിൽ കേൾക്കുന്നതേ ഇല്ല. അവസാനം ബേബി ടീറാക്കെന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഇത് കേട്ട് പേടിച്ച ടീറാക്കാണെങ്കിൽ എണീറ്റിട്ട് ബേബിനോട് ചോദിക്കുന്നു, അല്ല ബേബ് എന്താ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല നീ ലോകത്തിലൊന്നും ഇല്ലാത്തതുപോലെ എന്തോ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, അതാ വിളിച്ചതെന്ന്. അപ്പോൾ ഇത് കേട്ട് അവനാണെങ്കിൽ അത് പിന്നെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് ബേബ് ചോദിക്കുന്നു, അല്ല എന്താ നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്, നീ നിന്റെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്തില്ലേന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ തല കുലുക്കുന്നുണ്ട്, ഇല്ലെന്ന്. ഇത് കണ്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇത് പോയി ഫായോട് സംസാരിക്കാം, അവൻ എന്തായാലും ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടീറാക്ക് പറയാണ്, അങ്ങനെയല്ല എനിക്ക് പേടിയാവുന്നുണ്ട്, ഒരു പക്ഷേ അവൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 2 പേർക്കും അത് വിഷമമാകുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൾ പറയണ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നീ എന്ത് കാര്യമായാലും അത് ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക, ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ മൈൻഡ് പറയുന്നത് കേൾക്കാൻ, അതുകൊണ്ട് നീ എന്തായാലും അവനോട് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെന്ന് പറ, അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് അപ്പം നോക്കാം, എന്തായാലും നീ എന്ത് ചെയ്താലും നിന്നോടൊപ്പം ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ട് ബേബ് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്. എൻ്റെ അനിയൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്താനായിട്ട് അവനെ ഹഗ് ചെയ്യണ്. എന്നിട്ട് അവനോട് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നല്ലേ ഫാ വരുന്നേന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതേ ഇന്ന് തന്നെ വരുന്നേന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ബേബ് പറയണേ, എന്നാൽ നീ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകാൻ നോക്കുന്നത്. ഇത് കേട്ട് എക്സൈറ്റഡ് ആയ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് പോകുന്ന കണ്ട ബേബ് പറയണേ, ഡാ പുറത്തേക്ക് പോകാനുള്ള വഴി അതാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ബേഗ് കൂടെ എടുത്തിട്ട് പോകാമെന്ന്. ഇത് കേൾക്കുന്ന ബേബ് പറയുന്നു, നീ ബേഗൊന്നും എടുക്കാൻ നിൽക്കാതെ പെട്ടെന്ന് പോകാൻ നോക്കുന്നത്. അങ്ങനെ ടീറാക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിൽ ടീറാക്കിനെ കണ്ട ഫായ ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനാണെങ്കിൽ ടീറാക്കിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവർ ഫേസ് ടു ഫേസ് നോക്കുന്ന കണ്ട ലീ ആണെങ്കിൽ ഞാൻ ഇവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ലഗേജും എടുത്ത് പോകാനായിട്ട് നടക്കുകയാണ്. ഇത് കാണുന്ന ഫായ ആണെങ്കിൽ പെട്ടെന്ന് അവനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നത്, എന്തായാലും നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകുകയല്ലേ, എൻ്റെ ലഗേജും കൂടെ കൊണ്ടുപോകുന്നത്. ഇത് കേൾക്കുന്ന ലീ ആണെങ്കിൽ അവൻ്റെ ലഗേജും കൂടെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോവുകയാണ്. അവൻ പോയതിന് ശേഷം ഫായ ആണെങ്കിൽ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന്. അപ്പം ടീറാക്കാണെങ്കിൽ ഇവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ പെട്ടെന്ന് അവനോട് പറയണേ, എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്, എന്തായാലും അത് പറഞ്ഞേ പറ്റൂ, നീ അതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുന്ന ഫായ്ക്കാണെങ്കിൽ
മനസ്സിൽ ലഡ്ഡു പൊട്ടിയതുപോലെയാണ്. കാരണം അവൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പം ടീറാക്ക് പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ടീറാക്ക് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഇപ്പം ശല്യപ്പെടുത്തുന്നതൊന്നുമില്ല, ആ പ്രശ്നമൊക്കെ സോൾവ് ആയി. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഫേക്ക് റിലേഷൻഷിപ്പ് ഇപ്പം ബ്രേക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് പിന്നെ ഇവ എന്താണ് പറയാനായിട്ട് പോകുന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ ടീറാക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എന്നെ എങ്ങോട്ടോ ഓടിപ്പോവേണ്. ഇത് കണ്ട് ടെൻഷനായ ഫായ ആണെങ്കിൽ പെട്ടെന്ന് ലീയെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ലീ നിനക്ക് ടീറാക്ക് എവിടെ പോയെന്ന് അറിയാമോ എന്ന്. ഇത് കേൾക്കുന്ന അവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ടീറാക്ക് എങ്ങോട്ടോ പോയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും ജോയെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ജോയി നിനക്ക് ടീറാക്ക് എങ്ങോട്ട് പോയെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും ടൈപ്പിനോട് ചോദിച്ചിട്ട് നിന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് എന്നെ ടൈപ്പിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ടൈപ്പ് നിനക്ക് ടീറാക്ക് എവിടെ പോയെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവനും അതേ ഉത്തരം തന്നെയാണ് പറയുന്നത്, അവനെ അറിയത്തില്ലെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും ബേബിനെ വിളിച്ചൊന്ന് നോക്കണം. അങ്ങനെ ഇത് കേട്ട് അവളാണെങ്കിൽ അതെന്തായാലും ഒരു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് അവളെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഈ സമയം തന്നെ അവിടെ ബേബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ബേബിനോട് പറയാണ്, ബേബി എന്നെ കാണാനായിട്ട് ടീറാക്ക് വന്നിരുന്നു, അവൻ എന്നോട് സംസാരിക്കുന്ന സമയം ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അവൻ എങ്ങോട്ടോ പോയി, അവൻ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് അവൻ എവിടെയാണ് പോയതെന്ന് അറിയാമോ എന്ന്. അപ്പോൾ ബേബാണെങ്കിൽ പറയുന്നു, എനിക്കത് അറിയാമെന്ന്. അങ്ങനെ ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ആ ടീറാക്കിനെ അന്വേഷിച്ച് ഒരു ബ്രിഡ്ജിലൂടെ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ ടീറാക്കിനെ കാണുന്നതേ ഇല്ല. അങ്ങനെ വിഷമിച്ച് താഴേക്ക് നോക്കുന്ന സമയം അവിടെ ഇരുന്ന് ടീറാക്ക് കരയുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ടീറാക്കെന്ന് വിളിക്കുന്നു. ഫായുടെ സൗണ്ട് കേട്ട ടീറാക്കാണെങ്കിൽ ഫായെ നോക്കിയിരുന്ന് കരയാണ് വീണ്ടും. അങ്ങനെ ഇത് കാണുന്ന ഫായ ആണെങ്കിൽ പെട്ടെന്ന് അവനെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് അവൻ്റെ കണ്ണീര് തുടച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സ്വീറ്റ് ഹാർട്ട് നീ എന്തിനാ കരയുന്നീന്ന്. ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട ടീറാക്കിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഫാ പറയാണ്, നീ പറഞ്ഞത് എനിക്ക് ഓക്കെയാണ്, നമുക്ക് ഫേക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, റിയൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവന് കരച്ചിലും വരുന്നു, അതിൻ്റെ കൂടെ സന്തോഷവും വരുന്നുണ്ട്. അപ്പോൾ ഫായ ആണെങ്കിൽ, ടീറാക്ക് നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാമോ എന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കിനാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ. അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതേ സത്യമാണെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ രണ്ട് കൈ നീട്ടിയിട്ട് വാ നമുക്ക് ഹഗ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം ഹഗ് ചെയ്തുകൊണ്ട് നിന്നിട്ട് അതിനുശേഷം കുറച്ച് നേരം കിസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് റിയോയെ ഹിയയെയാണ് കാണിക്കുന്നത്. അപ്പോൾ റിയോ പറയുകയാണ്, എനിക്കിപ്പോഴാണ് ഇത്തിരി സമാധാനമായത്, ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഈ ബാറിൽ ഓരോ പ്രശ്നങ്ങളായിരുന്നു, ഞാൻ അവസാനം കരുതി ഈ ബിസിനസ് ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരുമെന്ന്, എന്തായാലും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന്. ഇത് കേൾക്കുന്ന ഹിയ പറയുകയാണ്, ഞാനും ഇപ്പം നല്ല ഹാപ്പിയാണ്, പിന്നെ ഈ ഫായ എവിടെ പോയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അവനെന്തോ ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു, അതിനുശേഷം അവൻ വരുവോളന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഹിയ പറയുന്നു, ആ ശരി, എന്തായാലും നീ എനിക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരാം. ഇത് കേൾക്കുന്ന റിയോ ചോദിക്കുന്നു, നീ നല്ല പണക്കാരനല്ലേടാ, എന്നിട്ട് നീ എന്തിനാ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വാങ്ങി കുടിക്കാനായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, പ്ലീസ് പ്ലീസ് എനിക്ക് വാങ്ങിച്ചു താന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ട റിയോയാണെങ്കിൽ പെട്ടെന്നൊരു ഗ്ലാസ് ഡ്രിങ്ക്സ് അവനെടുത്ത് കൊടുത്തിട്ട് പറയുന്നു, നീ കുടിക്കുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവനാണെങ്കിൽ സൂപ്പർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്, നീ എൻ്റെ ട്രൂ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന്. ഇത് കേൾക്കുന്ന റിയോയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവൻ പറയണേ, എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഇന്ന് രാത്രി ഒരുപാട് കുടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കുടിക്കുകയാണ്. ഈ കുടിക്കുന്ന സമയം റിയോയാണെങ്കിൽ ഹിയയെ തന്നെ നോക്കിയാണ്. അങ്ങനെ പെട്ടെന്ന് ഹിയ പറയാണ്, എൻ്റെ ഡ്രിങ്ക്സ് തീർന്നു, നീ പോയി കുറച്ച് ഡ്രിങ്ക്സ് എനിക്ക് എടുത്തുകൊണ്ട് തരാം. ഇത് കേൾക്കുന്ന റിയോ ചോദിക്കുന്നുണ്ട്, നിനക്ക് പോയി എടുത്ത് കുടിച്ചുകൂടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, പ്ലീസ് ഡാ പോയി എടുത്തിട്ട് വരാൻ. അങ്ങനെ അവസാനം അവനാണെങ്കിൽ ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് പോവുകയാണ്. റിയോ പോയതിനു ശേഷം ഹിയയാണെങ്കിൽ ഭയങ്കര സന്തോഷിച്ച് ചിരിച്ചവിടെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ടീറാക്ക് ഫായയുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയതുപോലെയാണ് കാണിക്കുന്നത്. ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലേക്ക് പോവുകയാണ്. ഇത് കാണുന്ന ഫായ ആണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നീ നാണം കൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അങ്ങനെ നാണായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ റിയലായിട്ടും ഇഷ്ടമാണോ എന്ന്. ഇത് കേൾക്കുന്ന അവൻ പറയുന്നു, എനിക്ക് നിന്നെ റിയലായിട്ടും ഇഷ്ടമാണ്, എനിക്കിത് ഇപ്പോൾ തുടങ്ങിയ ഇഷ്ടമൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്ന ആ ബുക്ക് എടുത്ത് കാണിക്കുകയാണ്. അതിലൊന്ന് റൂഫ് ടോപ്പിലിരുന്ന സമയം ടീറാക്കിൻ്റെ പടം വരച്ചിട്ടില്ലായിരുന്നു, ആ പടമായിരുന്നു അത്. നല്ല കളറൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കിയാണ് വെച്ച്
വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ അന്നേ എന്നെ ഇഷ്ടമായിരുന്നു, എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫാ പറയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് തൊട്ടല്ല നിന്നെ ഇഷ്ടമായത്, അതിന് മുമ്പേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോഴാണ് ഫാക്ക് എപ്പോഴാണ് ടീറാക്കിനെ ഇഷ്ടമായി തുടങ്ങിയതെന്ന് കാണിക്കുന്നത്. ഇവർ ഫ്രഷേഴ്സ് ആയിട്ട് വന്ന സമയത്ത് ഓരോ ആക്ടിവിറ്റീസ് സീനിയേഴ്സ് കൊടുക്കൂലേ, അങ്ങനെ ആ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ടീറാക്കിനെ ഫാ കാണുന്നത്. പിന്നെ കണ്ടത് ഫാ ഒരു ദിവസം കാർ ഓടിച്ച് വരുന്ന സമയം ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് റോഡിൻ്റെ നടുവിലേക്ക് കയറി നിന്നിട്ട് ഒരു പട്ടിക്കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ടീറാക്ക് ഫായുടെ പുറത്തൂടെ കോഫി തട്ടിച്ചരിച്ചിടുന്നത്, അന്ന് കണ്ടായിരുന്നു. പിന്നെ കാണുന്നത് ടീറാക്ക് ബോൾ അടിക്കുന്ന സമയം ഫാ കൈ കൊണ്ടത് പിടിക്കുന്നില്ല, അന്ന് കണ്ടായിരുന്നു. അതുപോലെ ടീറാക്ക് ഫായുടെ ഷർട്ട് കഴുകിക്കൊണ്ട് പോയി വെക്കുന്ന സമയം ഫാ കാണാതിരിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി ഒളിച്ചിരുന്നില്ലേ, പക്ഷെ അവൻ കരുതിയത് ഫാ അവനെ കണ്ടിട്ടില്ല എന്നാണ്, പക്ഷെ ഫാ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫാ അവനോട് പറയാണ്, എനിക്ക് അന്ന് മുതലേ നിന്നെ ഇഷ്ടമായിരുന്നു, പിന്നെ നിന്നെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നിന്നെ ഒത്തിരി ഇഷ്ടമായി, എന്തായാലും ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ഫേക്കിൽ നിന്ന് റിയലായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ടീറാക്കിൻ്റെ തലയിൽ ഫാ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഹെയറിൻ്റെ സ്മെല്ല് കൊള്ളത്തില്ലെന്ന്, പക്ഷേ ഞാനത് ചുമ്മാ പറഞ്ഞതാണ്, നിൻ്റെ ഹെയറിൻ്റെ സ്മെല്ല് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇതൊക്കെ കേൾക്കുന്ന ടീറാക്ക് പറയുന്നു, നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, എനിക്ക് ഷൈ ആകുന്നുണ്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നു, എന്തായാലും ഇനി മുതൽ ഞാൻ നിൻ്റെ ഒരു ഗുഡ് ബോയ് ഫ്രണ്ട് ആയിരിക്കും, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല കപ്പിളായിട്ട് ഇരിക്കാന്ന്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും റൂമിലേക്ക് പോവേണ്. അങ്ങനെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ടീറാക്കിനോട് ഫാ ചോദിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഇൻറ്റിമേറ്റ് ആകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ടീറാക്കിന് അതെന്തോ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഫാ പറയുന്നുണ്ട്, ടീറാക്ക് നീ ഇപ്പോൾ ഓക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, നീ ഓക്കെ ആകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, നിനക്ക് വിഷമമായോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതൊന്നും കുഴപ്പമില്ലെന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ ഫായുടെ മടിയിൽ ചാഞ്ഞ് കിടക്കുകയാണ്. അവിടെ റിയോയാണെങ്കിൽ കുടിച്ച് ഫിറ്റായ ഹിയയെ എടുത്തുകൊണ്ട് വന്ന് ബെഡിലേക്ക് കിടത്തിയാണ്. ഇവനെ എടുത്തുകൊണ്ട് വന്ന് തളർന്ന റിയോയും അങ്ങനെ അവിടെ കിടക്കുകയാണ്. പെട്ടെന്ന് ഹിയ എണീറ്റിട്ട് അവിടെയൊക്കെ ചുറ്റി നോക്കിയിട്ട് ചോദിക്കുന്നു, അല്ല ഞാനിത് എവിടെയാണെന്ന്. അപ്പോൾ റിയോ പറയുന്നു, ഇത് എൻ്റെ റൂമാണെന്ന്. എന്തായാലും നീ എണീറ്റല്ലോ, പോയി കുളിച്ചിട്ട് വന്ന് കിടന്നുറങ്ങാനും പറയുന്നുണ്ട്. ഇത് കേട്ട ഹിയ ചോദിക്കുകയാണ്, ഡേ ഇത് നിൻ്റെ റൂമാണോ, നീ എത്ര പേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് കാണും, എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് റിയോയുടെ കയ്യിലേക്ക് ടൈറ്റായിട്ട് ഹിയ പിടിക്കുകയാണ്. റിയോ അവനോട് വീണ്ടും പറയുന്നുണ്ട്, നീ പോയി കുളിച്ചിട്ട് വരാം. അവൻ ആദ്യം ഞാൻ കുളിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുളിച്ചാലോ എന്ന്. എന്നിട്ട് റിയോയുടെ ഷർട്ടിൻ്റെ ബട്ടണൊക്കെ റിമൂവ് ചെയ്യണ്. ഇത് കണ്ട് ദേഷ്യം വന്ന റിയോ പെട്ടെന്ന് പിടിച്ച് മാറ്റിയാണ്. അപ്പം റിയോയോട് ഹിയ ചോദിക്കുന്നുണ്ട്, അല്ല റിയോ എന്താ പെട്ടെന്ന് നിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയതെന്ന്. അപ്പം റിയോയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ ഹിയയെ കിസ് ചെയ്യണം. അങ്ങനെ കിസ് ചെയ്ത് ഹിയയെ ബെഡിലേക്ക് കിടത്തിയിട്ട് വീണ്ടും കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഹിയയ്ക്ക് പെട്ടെന്ന് ടെൻഷനായി അവനാണെങ്കിൽ കൈ കൊണ്ട് അവനെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പം റിയോ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോൾ എങ്ങനെയാ ഫീൽ ആകുന്നതെന്ന്. അതുപോലെ പിന്നെ ഞാൻ ഇവിടേക്ക് മറ്റാരെയും ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല, ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നിന്നെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹിയയുടെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് ടെൻഷനായ ഹിയയാണെങ്കിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവൻ പോയതിന് ശേഷം റിയോയാണെങ്കിൽ അവൻ്റെ ലിപ്പിൽ കൈവച്ചിട്ട് ഇരുന്ന് ചിരിക്കുകയാണ്. പിറ്റേന്ന് ടീറാക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ബേബ് വന്നിട്ട് അവനോട് ചോദിക്കുന്നു, ടീറാക്ക് നീ എന്ത് ചെയ്യുകയാണെന്ന്. അപ്പോൾ ടീറാക്ക് അവളോട് പറയുന്നു, ബേബ് എനിക്ക് നിന്നോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഇത് കേട്ട ബേബാണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അങ്ങനെ ടീറാക്ക് പറഞ്ഞു തുടങ്ങിയാണ്, അത് പിന്നെ ഞാനും ഫായും ഇന്നലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കി റിയൽ കപ്പിളായിട്ട് മാറിയിരിക്കുകയാണ്, ഈ കാര്യം ഞാൻ ആദ്യം പറയുന്നത് നിന്നോടാണ്, നിനക്കിത് ഓക്കെ അല്ലേന്ന്. അപ്പോൾ ബേബാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് ഓക്കെ അല്ലെന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ എന്താ ബേബ് നീ ഇങ്ങനെ പറയുന്നതെന്ന രീതിയിലാണ് അവളെ നോക്കുന്നത്. അപ്പോൾ ബേബ് പെട്ടെന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് ഓക്കെയാണ്, നിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ടീറാക്കിനെ ഹഗ് ചെയ്യാണ്. ഈ സന്തോഷത്തിനിടയിലും ടീറാക്കിന് ടെൻഷൻ ആകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ പേരൻസിനോട് അതുപോലെ അവൻ്റെ ഗ്രാൻഡ് ബയോട് എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നതാണ്. ഇത് ബേബിനോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, എന്തായാലും അതൊക്കെ നമുക്ക് കറക്റ്റായ സമയത്ത് തന്നെ പറയാം, എന്ത് കാര്യമായാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ കാണുമെന്ന്. ബേബ് പറയുന്നതൊക്കെ കേട്ടിട്ടാണ് ടീറാക്കിന് കുറച്ചെങ്കിലും സമാധാനമാകുന്നത്. പിന്നെ ഫായും റിയോയും ക്ലാസ്സിലിരിക്കുന്ന സമയം ഫാ റിയോട് ചോദിക്കുന്നുണ്ട്,
ഡേ റിയോ ഹിയ എവിടെയെന്ന്. അപ്പം റിയോ പറയുന്നു എനിക്കറിയത്തില്ലെന്ന്. ഇത് കേട്ട ഫാ ചോദിക്കുന്നു എന്നും ഒരുമിച്ച് വരുന്ന നിനക്ക് അവൻ എവിടെയാണെന്ന് അറിയത്തില്ലേ എന്ന്. അപ്പം റിയോ പറയുന്നു സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലെന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഫാ പറയുന്നു എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനും ടീറാക്കും ഫേക്ക് കപ്പിളിൽ നിന്ന് റിയൽ കപ്പിളായിട്ട് മാറുകയാണെന്ന്. ഇത് കേട്ട് റിയോ ചോദിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഫേക്ക് കപ്പിളായിരുന്നോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു അതേടാ, സത്യം പറഞ്ഞാൽ അത് ടീറാക്കിനെ ഓയുടെ അടുത്ത് നിന്ന് രക്ഷിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആകാമെന്ന് തീരുമാനിച്ചെന്ന്. അരിവ് മൂലം കേട്ടോണ്ട് വരുന്ന ഹിയ ചോദിക്കുന്നു എന്ത് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇവൻ്റെ ഒച്ച കേട്ടിട്ടാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇത് കണ്ട ഫായാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹിയയെ അവിടെ പിടിച്ചെത്തിയിട്ട് അവനോട് റിയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ഹിയ ചോദിക്കുകയാണ് അപ്പം നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണല്ലേ, എന്തായാലും ഞാൻ ഇത് ബേബിനോട് പറയുമെന്ന് പറഞ്ഞിട്ട് ബേബ് വരുന്ന സമയം അവളോട് ചോദിക്കുന്നു ബേബ് നിനക്കൊരു കാര്യം അറിയാമോ, ഈ ഫായും ടീറാക്കും ഇപ്പോഴാണ് റിയൽ കപ്പിളായിട്ട് മാറിയത്, ഇതിനു മുമ്പ് വെറുതെ ആക്ട് ചെയ്യുകയായിരുന്നെന്ന്. ഇത് കേട്ട ബേബ് പറയുന്നു എനിക്കറിയാമായിരുന്നു ഈ കാര്യം, അതിനിപ്പോൾ എന്തായെന്ന്. ഇത് കേട്ട് ഹിയക്ക് ദേഷ്യം വന്നിട്ട് അവൻ ചോദിക്കുകയാണ് ഡേ അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നോ, എനിക്ക് മാത്രമേ അറിയാത്തതായിട്ടുള്ളായിരുന്നോ എന്ന്. ഇത് കേട്ട ഡോം ചോദിക്കുന്നുണ്ട് വെറുതെ നീ എന്തിനാ അവരെ കാര്യത്തിൽ ഇത്രയും ദേഷ്യപ്പെടുന്നത്, നിനക്ക് അത്ര ഇതാണെങ്കിൽ നീ ഒരാളെ കണ്ടുപിടിച്ച് സെറ്റാക്കുക, അതിനങ്ങനെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ റിയോയെ വേണമെങ്കിൽ നീ സെറ്റാക്കെന്ന്. ഇത് കേട്ട റിയോയുടെയും ഹിയയുടെയും മുഖത്തെ ഭാവമൊക്കെ മാറിയാണ്. ഹിയ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഡോം ചോദിക്കുന്നുണ്ട് അല്ല എന്താ രണ്ടുപേരും വഴക്കിട്ടോ എന്ന്. അപ്പോൾ റിയോ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന്. അവിടെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയം ടീറാക്കാണെങ്കിൽ ഒരു പയ്യനെ ഇടിക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട ലീ ആണെങ്കിൽ ആ പയ്യനെ ഇടിക്കാതെ ഇവനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ജോയ് ചോദിക്കുന്നുണ്ട് ടീറാക്ക് നിനക്ക് എന്ത് പറ്റി, നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നീ ഫായ ഓർത്ത് ഫീൽ ആവുകയാണോ, ഇന്നലെ രണ്ടുപേരും കൂടെ സംസാരിച്ചപ്പോൾ അവ ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ എന്തായാലും നീ എന്നോട് പറ, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന്. അപ്പോൾ ഇതിനിടയിൽ ടീറാക്കാണെങ്കിൽ പറയുന്നുണ്ട് ഞാനും ഫായെന്ന്. അപ്പോൾ ജോയി ആണെങ്കിൽ അവനെ സംസാരിക്കാൻ സമ്മതിക്കാതെ വീണ്ടും പറയുന്നു എന്ത് കാര്യമായാലും നീ പറയുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പറയണ് ജോയി ആദ്യം നീ അവൻ പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ നോക്കുന്നു. അങ്ങനെ അവനാണെങ്കിൽ പറയണ് അത് പിന്നെ ഞാനും ഫായ റിയൽ കപ്പിളാകാൻ തീരുമാനിച്ചെന്ന്. ഇത് കേട്ട ജോയി ചോദിക്കുന്നു ഡേ ഇത്രയുള്ള ഇതിനാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ഫാ വരെയാണ്. ഫായെ കണ്ടുടനെ ജോയി ചോദിക്കുന്നുണ്ട് ബോയ് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതായിരിക്കും അല്ലേ എന്ന്. ഇത് കേട്ട ഫാ പറയുന്നുണ്ട് അതേന്ന്. അപ്പോൾ ലീ ആണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിനെ ഫായുടെ അടുത്തേക്ക് തള്ളി വിടുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ടീറാക്ക് പറയാണ് ഞാൻ ബേബിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ എൻ്റെ പേരൻസിനോട് ഗ്രാൻഡ്മയോട് ഞാനിത് എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല, സോറി എന്ന്. അപ്പോൾ ഫാ പറയുന്നു ടീറാക്ക് നിനക്ക് എപ്പോഴാണോ അവരോടത് പറയാൻ തോന്നുന്നത് അപ്പോൾ നീ പറഞ്ഞാൽ മതി, ഇനി ഒരുപാട് സമയമുണ്ട്, അതുപോലെ നീ എനിക്ക് വേണ്ടി എടുത്തു ചാടി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട, നിനക്ക് എപ്പോഴാണോ പറയാൻ തോന്നുന്നത് അപ്പോൾ നീ പറഞ്ഞാൽ മതിയെന്ന്. ഇത് കേട്ട ടീറാക്ക് പറയുന്നു ഫാ എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ്, പിന്നെ ഞാനിത് എന്തായാലും പെട്ടെന്ന് തന്നെ അവരോട് പറയാനായിട്ട് ശ്രമിക്കുമെന്ന്. ഫാ ടീറാക്ക് പറയുന്നതൊക്കെ കേട്ടിട്ട് ടീറാക്കിനെ അവൻ്റെ തോളിലേക്ക് ചാച്ചു കിടത്തിയാണ്. അതിനുശേഷം കാണിക്കുന്നത് ലീയാണ്. ലീയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കഫേയിലേക്ക് കയറി പോവുകയാണ്. അവിടെ ചുമ്മാതെ വന്നതൊന്നുമല്ല, അവൻ ജയ്യെ കാണാനായിട്ടാണ് വന്നത്. ജയ്യെ തേടി കണ്ടുപിടിച്ചിട്ട് അത് കോയിൻസിഡൻസ് ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് അവൻ്റെ പിന്നാലെ പോയിരിക്കുകയാണ്. അങ്ങനെ അവൻ തിരിയുമ്പോഴത്തേക്കും ചോദിക്കുകയാണ് ഡേ ജയ് നീയോ വല്ലാത്ത കോയിൻസിഡൻസ് ആയി പോയല്ലേ എന്ന്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ജയ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കട്ടെ എന്ന്. അപ്പോൾ ജയ് പറയുന്നു നീ വന്നിരിക്കുന്നു. അങ്ങനെ ലീ അവനടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബുക്കിലേക്ക് തന്നെ നോക്കിയിട്ട് ഇത് എന്തിനെ കുറിച്ചുള്ള ബുക്കാണെന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു അത് പിന്നെ ഇത് സ്റ്റാർസിനെ കുറിച്ചുള്ള ബുക്കാണെന്ന്. അപ്പോൾ ലീ ചോദിക്കുന്നുണ്ട് നിനക്ക് സ്റ്റാർസിനെ ഒരുപാട് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ജയ് പറയുന്നു എനിക്ക് സ്റ്റാർസൊക്കെ ഇഷ്ടമാണ്, എന്നാലും എനിക്ക് കുറച്ചുകൂടി മൂൺസിനെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ലീ ആണെങ്കിൽ ജയ് പറയുന്നത് കേട്ടിരുന്ന് ചിരിക്കുകയാണ്. ഇത് കണ്ട ജയ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ ചിരിക്കുന്നതെന്ന്. അപ്പോൾ ലീ പറയുന്നു അത് പിന്നെ ഒന്നുമില്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ പേരിൻ്റെ അർത്ഥം മൂൺ എന്നാണ്, അതുകൊണ്ട് എനിക്ക് മൂണിനെ ഇഷ്ടമാണ്, പിന്നെ ഇതിനകത്ത് മൂണിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നിനക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന്. ഇത് കേൾക്കുന്ന ജയ് ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചിട്ട് അവനോട് പറയുന്നു അത് പിന്നെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മൂൺ എന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നാണ് അർത്ഥം, നമ്മൾ എത്ര അതിനടുത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചാലും നമുക്ക് അതിനടുത്തേക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ലെന്ന്.
ഇത് കേട്ട ലീ ചോദിക്കുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് നീ യോജിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ജെയ് പറയുന്നു, ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്, എന്താ നിന്റെ ഒപ്പീനിയൻ എന്ന്. അപ്പോൾ ലീ പറയുന്നു, മുമ്പൊക്കെ നമുക്ക് മൂണിനടുത്തേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എത്ര പേര് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലീ ജെയ്യുടെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇതുപോലെ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ പറ്റും, പിന്നെ നീ എപ്പോഴും ഇവിടേക്ക് വരാറുണ്ടോ എന്നും അവനോട് ചോദിക്കുന്നു. അപ്പോൾ ജെയ് പറയുന്നു, ഞാൻ പലപ്പോഴും ഇവിടേക്ക് വരാറുണ്ട്, പ്രധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് തോന്നുന്ന സമയമോ അതുപോലെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമോ ഒക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് നല്ല റിലീഫായിട്ടാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ റിവറിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞ് അവൻ ആ റിവറിലേക്ക് തന്നെ നോക്കിയാണ്. ഈ സമയം ലീ ആണെങ്കിൽ പെട്ടെന്ന് ജെയ്യുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് തിരിയുമ്പോൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കിയാണ്. അപ്പോൾ പെട്ടെന്ന് ലീ പറയാണ്, എന്തായാലും ഇനി നിനക്ക് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയം നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നോടൊപ്പം ഇവിടേക്ക് വരാമെന്ന്. അപ്പോൾ ജെയ് ചോദിക്കുന്നുണ്ട്, സത്യമായിട്ട് നീ വരുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആടാ ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെയായിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ, ഞാൻ പെട്ടെന്ന് പോയി നിനക്കായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ്. രണ്ടുപേരും ഈ സംസാരിക്കുന്ന സമയം നല്ല ഷൈ ആകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ഒരിടത്ത് ഇരുന്ന് ജ്യൂസൊക്കെ ഷെയർ ചെയ്ത് അതുപോലെ ബുക്കൊക്കെ വായിച്ച് നല്ല ജോളിയായിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഫായും ടീറാക്കും കൂടി ഗെയിംസൊക്കെ കളിക്കുന്ന സ്ഥലത്ത് പോയി നല്ല സന്തോഷത്തോടെ കളിക്കുകയാണ്. ടീറാക്കിനാണെങ്കിൽ ഫാ ഒരു പാവയും കോയിനിട്ട് എടുക്കുന്ന മെഷീനിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. ടീറാക്കിനാണെങ്കിൽ ആ പാവയെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുകയാണ്. അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം ഫാ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്കിപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി കഴിക്കാനായിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതും ഫായാണ് ഏത് സ്ഥലത്ത് പോയി കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ 2 കപ്പ് നൂഡിൽസ് വാങ്ങിച്ചിട്ട് റൂഫ് ടോപ്പിലേക്ക് പോയിരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുത്തൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് റിയൽ കപ്പിളായി കഴിഞ്ഞിട്ട് എടുക്കുന്ന ആദ്യത്തെ ഫോട്ടോസാണ് ഇതൊക്കെ. അങ്ങനെ രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ടീറാക്കാണെങ്കിൽ പാവയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ട് ഫാ പറയുന്നു, എനിക്കും കിസ് വേണമെന്ന്. ഫാ പറയുന്നത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നു, പറ്റില്ലെന്ന്. അങ്ങനെ ഫാ പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പാവ നിന്റെ മുഖത്തേക്ക് വെച്ചിട്ട് ആ പാവയ്ക്ക് ഒരു കിസ് കൊടുക്കാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പാവ വെച്ചിട്ട് പെട്ടെന്ന് കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് പാവയെ മാറ്റിയിട്ട് ടീറാക്കിൻ്റെ കവിളിലൊരു കിസ് കൊടുക്കുകയാണ്. ഇത് പ്രതീക്ഷിക്കാതിരുന്ന ടീറാക്കാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.